യോഗാഭ്യാസമെന്നു കേട്ടാൽ ഞെട്ടരുതൊട്ടും. സർവരോഗ സംഹരിണി ടോണിക്കിതാണ്. യോഗ വെറും ശാരീരിക വ്യായാമമല്ല, ആസനവും പ്രാണായാമ ധ്യാന സഞ്ചയം. ആരോഗ്യത്തിന് കിട്ടുന്നുണർവ് യോഗയും, വ്യക്തിപ്പെരുമാറ്റങ്ങൾക്കും ചിന്താരീതിക്കും. ശരീരം, മനസ്സ്, ആത്മാവ്, പ്രപഞ്ചം എന്നിവ സംയോജിപ്പിക്കുന്ന കണ്ണി യോഗാഭ്യാസവും. ബുദ്ധിവികാസത്തിനും വിവേകശേഷിക്കും, കരുത്തിനും സംവേദനശേഷിക്കും അമൃത്. സഹജാവബോധങ്ങളും പ്രദാനം ചെയ്യുന്നു, ഒഴിച്ചുകൂടാൻ പറ്റ ഒന്നാണു യോഗയും. പറഞ്ഞറിയിക്കുവാനുള്ളതല്ല യോഗയും, അനുഭവിച്ചിടേണം ഇതിൻ മാഹാത്മ്യം കിട്ടാൻ. ഉണർവേകും സജീവമാക്കും മനസ്സും ചിന്തയും, ജീവിതത്തെ ജന്മാന്തരം കാത്തുരക്ഷിക്കും. സ്നേഹം നിറയ്ക്കും ഊർജവും ആത്മീയതയും, ധ്യാനം തീർച്ചയായും നന്മ നിർവൃതിയാക്കും. യോഗ പ്രാണായാമം ധ്യാനം പൂരകമാണ്, ക്ഷീണിതരാകാതെ ജോലികൾ ആസ്വദിക്കാം. സർവ്വവ്യാപകമായ വളർച്ച നൽകുന്നു, മനുഷ്യജീവിതത്തിൽ പ്രകാശം പരത്തുന്നു. ശരീരവഹനത്തിലും ഗ്രഹണശക്തിയിൽ കൂർമ്മതയിൽ കഴിവ് പ്രദാനം ചെയ്തിടുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും യോഗയും, ആന്തരിക ബാഹ്യ ശുചിത്വം ഏകിടുന്നു. ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടും പ്രക്രിയ യോഗ, സർവരോഗ സംഹരിണി ആകുന്നു യോഗ. ജീവിതശൈലി രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നം പരിശീലിച്ചാൽ മാറിക്കിട്ടും പൂർണ്ണമായി തന്നെ. മനസ്സു നിയന്ത്രിക്കാനുള്ള കരുത്തു നൽകുന്നു, സ്വഭാവ രൂപീകരണവും സാധ്യമാക്കുന്നു. ഓർമ്മശക്തി, ഊർജ്ജസ്വലത വർദ്ധിപ്പിച്ചിടും, സൗകര്യമായി യോഗ ചെയ്യാം ഏതു നേരവും. ലളിതമായ ആസനങ്ങൾ, പ്രാണായാമങ്ങൾ ഊർജമേകും തേജസ്സും യൗവനമാക്കും. ധ്യാനത്തോടു യോഗ ചെയ്യുക തുറന്ന സ്ഥലത്തായി, ശുദ്ധവായു കിട്ടുന്നിടം അത്യുത്തമവും. യോഗാഭ്യാസമെന്നു കേട്ടാൽ ഞെട്ടരുതൊട്ടും, സർവരോഗ സംഹരിണി ടോണിക്കിതാണ്.